Okay. Good afternoon to all. Prayer. Prayer. പ്രയർ ആരുമില്ലെങ്കിൽ ഞാൻ പറയാം. ആരുമില്ല. ആരെങ്കിലും പഠിക്കോളൂ. കേൾക്കാമോ മിസ്സേ? ഞാൻ പറയാം. O God, source of wisdom, knowledge, and understanding, we ask you to bless us and our teachers. Fill us with your wisdom, knowledge, and understanding. Give us good health and protect us from all dangers of body and soul. Help our teachers to understand us and to deal with us gently. Help them to be guides to us and to bring out the talent that is within us. Thank you. Okay. It's thought of today. Thought of the day, Rasmin. Every day is a new chance to do something good. എല്ലാ ദിവസവും പുതിയൊരു കാര്യം ചെയ്യാനുള്ള, നല്ല കാര്യം ചെയ്യാനുള്ള ഒരു ചാൻസ് ആണെന്നാ പറയുന്നത്. താങ്ക് യു മാം. Sign in. ഞാൻ രണ്ടുപേര് പാട്ട് പാടാം. വനജ. വെള്ളാങ്കല്ലിൽ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും. എന്തേ പോരാത്തൂ വാവേ വാവാച്ചി, കുന്നിക്കുരുക്കുത്തിനുള്ളിൽ പറിച്ചിട്ടു പിന്നിക്കൊരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടുതരാം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. താങ്ക് യു. Okay. Good afternoon to all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിലെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തു. പേരുണ്ടോ കയ്യില്? Yes, ma'am. Yes. Yes, ma'am. മോട്ടോർ ഡെവലപ്മെന്റ് എന്താണെന്ന് എഴുതുക കേട്ടോ. മോട്ടോർ ഡെവലപ്മെന്റ്. മോട്ടോർ ഡെവലപ്മെന്റ് ഹെഡിങ് കൊടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? Yes, ma'am. Yes. Motor development refers to the motor development refers to the refers R-E-F-E-R-S refers to the motor development refers to the process refers to the process by which individuals particularly P-A-R-T-I-C-U-L-A-R-Y particularly children particularly children
learn to use, learn, L-E-A-R-N, learn to use, എന്തോ മാം ലാക്ക് ആണോ? learn ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് L-E-A-R-N, learn. Learn to use, their muscles, their THEIR, their muscles and bodies, their muscles and bodies, their muscles and bodies, their muscles and bodies to perform actions പെർഫോം കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയാം. Motor development refers to the process by which individuals, particularly children, learn to use their muscles and bodies, to perform actions. എഴുതിയോ എല്ലാവരും? എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? വ്യക്തികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേശികളും ശരീരവും മനഃപൂർവ്വം പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയയിൽ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ഓടുക, ചാടുക, ഇതൊക്കെ എന്ത് പ്രവർത്തനങ്ങളാണ്? മോട്ടോർ ഡെവലപ്മെന്റ്സിൽ വരുന്ന പ്രവർത്തനങ്ങളാണ്. ഓക്കെ. അതല്ലെങ്കിൽ ഒരു കുട്ടി സൈക്കിള് ചവിട്ടാൻ പഠിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ? കുഞ്ഞ് ഒരു സൈക്കിള് പഠിക്കാൻ ഒരു ബൈസിക്കിൾ പഠിക്കുന്നത്, അതേപോലെ തന്നെ എന്താണ് ലേൺ ടു വാക്ക്, നടക്കാനായിട്ട് പഠിക്കുന്നത്, ഓടാനായിട്ട് പഠിക്കുന്നത്, റോൾ ചെയ്യാൻ പഠിക്കുന്നത്, ഉരുളാനൊക്കെ പഠിക്കുന്നതൊക്കെ എന്താണ്? ഇതിന്റെ ഭാഗമായിട്ടാണ് കുട്ടിയില് മോട്ടോർ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ അത്തരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ. പേശിയും ശരീരവും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? മോട്ടോർ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്. സഫീദ എന്താ പറയുന്നത്? ഇതിൽ പറഞ്ഞോ സഫീദ? യെസ്. നമ്മൾ ഇന്നലെ ടേബിള് പറഞ്ഞിരുന്നു അല്ലെ? പറഞ്ഞു. Yes. The gain in height and weight differ from child to child. The size of the brain also increases steadily in the preschool years. By the time a child is 6 years old, the weight of its brain is 19% of the brain of an adult. Muscles also become thicker and stronger. By 4 years of age, children acquire toilet and control at night. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓരോ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഏജിനനുസരിച്ച് ഓരോ കുട്ടികൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൈറ്റും വെയിറ്റും ഒക്കെ ഡിഫറൻസസ് വരുന്നുണ്ട് അല്ലെ? വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. The size of the brain also increase steadily in the preschool years. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ബ്രെയിന്റെ വികസനം, ബ്രെയിനിന്റെ സൈസ് കൂടുന്നത് ഏതൊരു സമയത്താണ്? പ്രീ സ്കൂൾ ഇയേഴ്സ്. പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് ഇയർ ആണ്? 3 to 6 year. പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ 3 to 6 years ഉള്ള സമയത്ത് കുട്ടികൾ എന്താണ്? ആ ബ്രെയിനിന്റെ സൈസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? അത് സ്റ്റഡി ആവുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത്
ഏതൊരു രൂപത്തിലായി മാറുന്നു? ബൈ ദ ടൈം എ ചൈൽഡ് 6 years old, ഇപ്പൊ 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ weight of its brain is 90% of that of the brain of an adult. എന്താണ് പറയുന്നത്? 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബ്രെയിൻ എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്? അഡൾട്ടിന്റെ ഏകദേശം 90% ആയിട്ടുണ്ട്. മുതിർന്നവരുടെ ഒരു ഏകദേശം 90% എന്തുണ്ടായിരിക്കും? സൈസ്, വെയിറ്റ് ഉണ്ടായിരിക്കും ആ ബ്രെയിൻ. ഓക്കെ, യെസ്. അതായത് ഏകദേശം എന്ത് സ്റ്റേഡിന്റെ സൈഡ് കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ഏകദേശം എല്ലാ ഡെവലപ്മെന്റ്സും പൂർത്തീകരിച്ചായിരുന്നു. ഇനി ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്തിരുന്നോ? ആണെങ്കിലും അടുത്ത ആഴ്ച ചെയ്യാനല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് മൺഡേ ആണ് പറഞ്ഞു. മസിൽസ് ആൾസോ ബിക്കം തിക്കർ ആൻഡ് സ്ട്രോങ്ങർ. ഓക്കെ, അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുട്ടികൾ എന്താണ്, പേശികളൊക്കെ മസിൽസ് ഒക്കെ സ്ട്രോങ്ങർ ആവുന്നു. ബൈ 4 years of age ചിൽഡ്രൻ. ഇനി ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? By 4 years of age children acquire toilet and control at night. എന്താണ് പറയുന്നത്? 4 വയസ്സാകുമ്പോൾ അവര് ടോയ്ലറ്റ് തന്നെ യൂസ് ചെയ്യാനും അത് രാത്രികാലുള്ളത് കൺട്രോൾ ചെയ്യാനും, ഇപ്പൊ യൂറിൻ കൺട്രോൾ ചെയ്യാനല്ല പഠിക്കുന്നു. യെസ്, അതായത് ഒരു സമയം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ചിലപ്പോ എന്താണ്, പിന്നെ ചില കുട്ടികളെ പേരില് യൂറിൻ പാസ് ചെയ്യുന്നവരുണ്ട്, ഉറക്കത്തിലും പാസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ 4 years ഒക്കെ ആവുന്ന സമയത്ത് ചില കുട്ടികളില്, എല്ലാ കുട്ടികളിലല്ല, ചില കുട്ടികൾ എന്താണ് ടോയ്ലറ്റിൽ തന്നെ പോകാൻ, അല്ലെങ്കിൽ ഇപ്പൊ രാത്രി ഇൻ കേസ് പാസ് ചെയ്യാൻ തോന്നിയാൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് കുട്ടികള് ആ ഒരു സമയത്തൊക്കെ എന്താണ് അത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ കുട്ടികൾ ആ സമയത്ത് സംഭവിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഞാൻ 3 എഴുതിയായിരുന്നു കേട്ടോ, ഏജും നെയിമും വെയിറ്റും ഒക്കെ. എന്താണ് ടേബിൾ ഇല്ലേ, അടുത്ത മൺഡേ ചെയ്യണോന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ 3 ചെയ്തായിരുന്നു. ഓക്കെ, കിട്ടിയായിരുന്നോ കുട്ടികൾക്ക്? ഏത് വയസ്സുള്ള കുട്ടികളാണ്? ഞങ്ങളുടെ റിലേറ്റീവ് തന്നെ 3, 4, 5. ഓക്കെ ഓക്കെ, നമുക്കത് മൺഡേ നോക്കാം കേട്ടോ. ശരി. ഓക്കെ, ശരി. Parents can use activities like playing with blocks, puzzles, sorting buttons or beads, cutting along a straight line using blunt scissors, paper tearing, coloring and paper folding to enhance the fine motor coordination of young children. നമ്മുടെ കുട്ടികളുടെ മോട്ടോർ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അതായത് പേശി പ്രവർത്തനങ്ങൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അതിന് തന്നെയാണ് അല്ലെ ഏറ്റവും കൂടുതൽ മോട്ടോർ ഡെവലപ്മെന്റിനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചത്, മെറ്റീരിയൽസ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് നടക്കുന്നുണ്ട്? കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ പേശികളുടെ ഡെവലപ്മെന്റ്സ് അവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പാരന്റ്സിന് ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ലൈക്ക് പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. നമ്മള് ബ്ലോക്ക് ഇല്ലേ, ബ്ലോക്ക് അറിയില്ല നിങ്ങള്? ബ്ലോക്സ് അറിയാം മാം, പ്ലാസ്റ്റിക്കിന്റെ മറ്റേ വീടും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ബ്ലോക്സ്, ബിൽഡിംഗ് ബ്ലോക്സ് എന്നല്ലേ പറയുന്നതിന്? യെസ്, അതെ. അത് ഏറ്റവും നല്ലൊരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ മോട്ടോർ ഡെവലപ്മെന്റ്സിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് കുട്ടികളുടെ പ്രവർത്തനം, അതായത് ഈ നമ്മുടെ ചെറിയ ചെറിയ മസിൽസുകളുണ്ട് കുട്ടികളുടെ കൈകളിൽ അല്ലെ, അത് കൃത്യമായിട്ട് സ്റ്റെഡിനെസ് സംഭവിക്കണമെങ്കിൽ എന്താണ്, അവർക്ക് ഇവിടെ ആക്ഷൻസ് കൃത്യമായിട്ട് നടക്കണം അല്ലെ. അല്ലാത്ത പ്രശ്നം, കുട്ടി കൈ അനക്കുന്നില്ല, കുട്ടി വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്ന എന്താണ്, അവന്റെ മൂവ്മെന്റ്സിൽ കൃത്യമായിട്ട് അവന് അല്ലെങ്കിൽ പെൻസിൽ പോലും പിടിക്കാനായിട്ട് കുഞ്ഞിന് പറ്റിയെന്നുണ്ട്. അപ്പൊ അതിന് മുൻപാണ്, പെൻസിൽ പിടിക്കുന്നതിന് മുൻപാണ് നമ്മൾ ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ പ്രിന്റിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഏറ്റവും വലിയത് നിങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ച് വലുതാക്കി കൊടുക്കുക. ഏറ്റവും ചെറുത് കൊടുക്കുകയാണെങ്കിൽ അവർ വായിലിടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് വലിയ ബ്ലോക്സുകൾ നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്ത് കൊടുക്കും നല്ലതാണ് കേട്ടോ. ബ്ലോക്സ് വാങ്ങിച്ചിട്ട് അവരത് ചെയ്യട്ടെ. ഇഷ്ടമുള്ള കുറെ ദിവസങ്ങൾ ചിലപ്പോൾ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നിർത്തിക്കൊള്ളും. പക്ഷെ അവരുടെ പേശി മൂവ്മെന്റ്സുകളൊക്കെ എന്താണ്, കയ്യിലെ ഇപ്പൊ ഇവിടെ ആംസിന്റെ ഇവിടെ ഇവിടെ വിരലുകളൊക്കെ എന്താണ്, അവിടെ മൂവ്മെന്റ്സ് നടക്കുന്നത് വഴി അവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ്സ് കൃത്യമായ രീതിയിൽ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിൽഡിംഗ് ബ്ലോക്സുകൾ കുട്ടികൾ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. നിങ്ങൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ അത് ഉണ്ടാക്കി കൊടുക്കുക. വാങ്ങിക്കണ്ട, വാങ്ങിക്കുന്നതിന് നല്ല പൈസ ഉണ്ടാവുന്നതാണ് അല്ലെ. ബിൽഡിംഗ് ബ്ലോക്സിന് ഇപ്പൊ അത്യാവശ്യം പൈസ ഉണ്ട്. എങ്കിൽ നമുക്കൊരു 10, 200, 250 രൂപയുടെ ഉള്ളിൽ ചെറിയതൊക്കെ കിട്ടും. അപ്പൊ അത് നിങ്ങൾ ചെയ്യാം. പിന്നെ പസിൽസ് എന്താണ്? പസിൽസ്
പിക്ചേഴ്സ് ഉണ്ടാവില്ല, ആനിമൽസിന്റെ പിക്ചേഴ്സ് ഒക്കെ പല മിക്സഡ് ആയിട്ട് ഷേപ്പിൽ കറക്റ്റ് ചെയ്ത് കട്ടിട്ട് കുട്ടികളെ കൊണ്ട് തരുമോ? ബുക്സ് കൊടുക്കുക, ഏത് പിക്ചേഴ്സ് കൊടുത്തിട്ട് അവരെ കൊണ്ട് എന്താണ് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യിപ്പിക്കുക അല്ലെ. പിന്നെ ചിലത് ക്വസ്റ്റ്യൻസ് നമുക്ക് ശബ്ദം കൊടുക്കാൻ പറ്റും. ചില കുട്ടികളിപ്പോ ഇപ്പോ ആദ്യം ശബ്ദം കൊടുത്തിട്ട് കുട്ടികളെ അവതരണം ചിലപ്പോ അതിന്റെ പിക്ചർ ആണ്. നമ്മൾ ആദ്യം ശബ്ദം കാണിച്ചിട്ട് പിക്ചർ കാണിച്ചു കൊടുക്കുക. അപ്പൊ ആ ശബ്ദം ഐഡന്റിഫൈ ചെയ്ത് എന്താണ് കുട്ടിയുടെ ഏതാണെന്ന് സെലക്ട് ചെയ്യും. പിന്നെ സോർട്ടിംഗ് ബട്ടൺസ് എന്താണ്? സോർട്ടിംഗ് ബട്ടൺസ് ഓർ ബീറ്റ്സ്. സോർട്ടിംഗ് ബട്ടൺസ് ഓർ ബീറ്റ്സ് കൗണ്ട് ചെയ്യുന്നല്ലോ ഉദ്ദേശിക്കുന്നത്. കൗണ്ടിങ് അല്ലേ? നമുക്ക് ചെയ്യാനുണ്ട്. ചെയ്തിരുന്നോ നിങ്ങളത്? പറഞ്ഞില്ലേ ക്ഷമിച്ചത്? തന്നിട്ടില്ല. നമുക്ക് ബീറ്റ്സ് ചെയ്യാനുണ്ട്. ബീറ്റ്സിൽ അതായത് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ബീറ്റ്സിൽ എന്താണ് ഒരു ബീറ്റ്സ് ആയിരിക്കണം. പിന്നെ ഇതിലുണ്ടായിരിക്കും ഇപ്പൊ 10 വരെ നമുക്കത് കൗണ്ട് 10 വരെയുള്ള കൗണ്ടിങ് പഠിക്കാനായിട്ട്. ആദ്യത്തെ ഇതില് നമ്മളിപ്പോ ഒരു പഴയ സ്ലൈറ്റ് കണ്ടിട്ടില്ലേ നിങ്ങള്? സ്ലൈറ്റ് കുത്തുള്ളത് ബീറ്റ്സ് അതുപോലെ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അത്യാവശ്യം വലിയ ബീറ്റ്സുകൾ എടുക്കുക. ഒരുപാട് വലുതാവരുത്, എങ്കിലും ചെറിയ ബീറ്റ്സുകൾ എടുത്തിട്ട് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് 1, 2, 3, 4, 5 തുടങ്ങി അങ്ങനെ 10 വരെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എന്താണ് കുട്ടികളെ കണ്ടത് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ എന്താ നടക്കുന്നത്? കൗണ്ട് ചെയ്യുന്നതനുസരിച്ച് അവരുടെ കയ്യിൽ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പേശികൾ ഡെവലപ്പ് ചെയ്യാൻ. Then cutting along a straight line using blunt scissors. അബാക്കസ് ഒക്കെ പോലെ തന്നെ അല്ലെ? ശരി. അടുത്ത എന്താണ്? കട്ടിങ് എലോങ് എ സ്ട്രേറ്റ് ലൈൻ യൂസിങ് ബ്ലണ്ട് സിസേഴ്സ്. എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഒരു ലൈനിലൂടെ കട്ട് ചെയ്യാൻ പഠിപ്പിക്കാം. യെസ്, ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് നമ്മള് ചെറിയ സിസേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അധികം മൂർച്ചയൊന്നും ഇല്ലാത്ത സിസേഴ്സ് ഉപയോഗിച്ച് കുട്ടികളുടെ കൈകൾക്കൊന്നും മുറിവുകൾ സംഭവിക്കാത്ത രീതിയിലുള്ള സിസേഴ്സുകൾ അല്ലെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയുള്ളത്. എന്തിനാണ്? ഒരു കോർഡിനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അവരുടെ മൂവ്മെന്റ്സ് കറക്റ്റ് ആ ലൈനിൽ കൂടെയാണോ കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളൊരു ലൈൻസ് വരക്കുക. അതിൽ കൂടി തന്നെ ചില കുട്ടികളുടെ തന്നെ സൈഡിലേക്ക് പോകും, ചിലർക്ക് കറക്റ്റ് ആയിട്ട് അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പല ഷേപ്സിലൊക്കെ വേണ്ടി വെട്ടിക്കളയും. പക്ഷെ ചിലവരെന്താണ് കറക്റ്റ് അതേ ലൈനിൽ കൂടി തന്നെ വെട്ടുന്നതാണ്. ഓക്കെ, പിന്നെയും പിന്നെ നമ്മളത് പ്രാക്ടീസ് എടുക്കുമ്പോൾ എന്താണ് ഒരു കറക്റ്റ് ലൈനിൽ തന്നെ അത് വരയ്ക്കും. ഓക്കെ, പേപ്പർ ടിയറിംഗ്. പേപ്പർ ടിയറിംഗ് എന്താണ്? പേപ്പർ കൈ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത്. യെസ്, പേപ്പർ കൈ കൊണ്ട്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കീറിക്കളഞ്ഞ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് അത് കീറിപ്പോകും അല്ലെ? അപ്പൊ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടത്? എങ്ങനെയാണ് കീറേണ്ടത്? ഫോൾഡ് ചെയ്യുക അല്ലെ? ഫോൾഡ് ചെയ്തതിനു ശേഷം എന്താണ് അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഒരു ലൈൻ രൂപപ്പെടും അല്ലെ? ഇങ്ങനെ ഒരു ലൈൻ രൂപപ്പെടും. അപ്പൊ എന്താണ് അത് ഉപയോഗിച്ചിട്ട് ആ പോർഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ പോർഷൻസ് വെച്ചിട്ട് ഒരു കൈ വെച്ച് കുട്ടികളോട് പറയാം, ഒരു കൈ വെച്ച് സൈഡിൽ കറക്റ്റ് ആയിട്ട് പിടിക്കുക. പിന്നെ എന്താണ് കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്ത് നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് കീറുന്നത്. അല്ലെങ്കിൽ സ്കെയിൽ വെച്ചോ ഇതൊക്കെ എന്താണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം പിന്നീട് അവർക്ക് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ടത് കട്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. കൈ ഉപയോഗിച്ചുകൊണ്ട് പേപ്പർ ടിയറിംഗ് ചെയ്യുന്നു. അതായത് മറ്റു ഉപകരണങ്ങളിൽ സിസേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ കീറാനായിട്ട് കുട്ടികൾ പഠിക്കുകയാണ്. കളറിംഗ് പേപ്പർ ഫോൾഡിംഗ് ടു എൻഹാൻസ് ദ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ ഓഫ് യങ് ചിൽഡ്രൻ. കളറിംഗ് ആൻഡ് പേപ്പർ ഫോൾഡിംഗ്. എന്താണ് കളറിംഗ് ആൻഡ് പേപ്പർ ഫോൾഡിംഗ്? കളർ ചെയ്യുമ്പോൾ മോട്ടോർ കോർഡിനേഷൻ സംഭവിക്കുന്നുണ്ടോ? കളർ ചെയ്യുമ്പോൾ അവര് പുറത്താവാതെ അത് ഉള്ളിൽ ഇങ്ങനെ ഒരു കോർഡിനേഷൻ. യെസ്, കളർ ചെയ്യുമ്പോൾ പിക്ചറിനകത്ത് തന്നെ കളർ ചെയ്യാം. പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പുറത്തോട്ടൊക്കെ പോകും അല്ലെ? ഒരു ഫ്ലവറിനെയാണ് ചെയ്യുന്നെങ്കിൽ എന്താണ് അവർ വരയ്ക്കുമ്പോഴൊക്കെ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രയോൺസ് ആണ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് എല്ലാം പുറത്തേക്ക് പോകും. പിന്നീട് നമ്മളത് നിരന്തരം പ്രാക്ടീസ് കൊടുത്താണ് എന്ത് കുട്ടികൾ എന്ത് സംഭവിക്കും? കുട്ടി കറക്റ്റ് ആയിട്ട് അതിന് ആ സർക്കിളിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? കളർ ചെയ്യാനായിട്ട് കുഞ്ഞിന് സാധിക്കുന്നു. ഓക്കെ, യെസ്. അവിടെയൊക്കെ എന്ത് നടക്കുന്നുണ്ട്? മോട്ടോർ കോർഡിനേഷൻ പേശികളുടെ ഡെവലപ്മെന്റ്സ് മൂലമാണ് കുട്ടികളെ പ്രാക്ടീസ് ചെയ്തതിനനുസരിച്ച് എന്താണ് ഈ കൈകളൊക്കെ കുറച്ചുകൂടി വിരലുകളുടെ ഫിംഗേഴ്സിന്റെ ഒക്കെ എന്താണ് ആ പേശികൾ വളരെ ഫ്ലെക്സിബിൾ ആയി മാറും അല്ലെ? ഫ്ലെക്സിബിൾ ആയി മാറുന്ന സമയത്താണ് കുട്ടികൾ അത് കറക്റ്റ് ആയിട്ട് വരയ്ക്കുന്നത്. യെസ്. പേപ്പർ ഫോൾഡിങ്. പേപ്പർ ഫോൾഡിങ് എന്താണ്? പേപ്പർ മടക്കുക. പേപ്പർ മടക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം അല്ലെ?
അതിന് നമുക്ക് ആദ്യം ഒരു ചെറിയ പേപ്പേഴ്സ് കൊടുക്കുക, ആവശ്യമില്ലാത്ത ചെറിയ പേപ്പറുകൾ കൊടുക്കുക, പിന്നീട് എന്താണ് കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് കൊടുക്കുക, പല രീതിയിലുള്ള പേപ്പേഴ്സ് കൊടുത്തിട്ട് അതെങ്ങനെ ഫോൾഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 8 ആക്കി മടക്കാം, 4 ആക്കി മടക്കാം, അങ്ങനെ പല പൊസിഷൻ 2 ആക്കി മടക്കാം അല്ലെ, പല പൊസിഷനിലേക്ക് നമുക്കത് മാറ്റാവുന്നതാണ്. അത് കുട്ടികൾക്ക് അതിനുള്ള പ്രാക്ടീസസ് കൊടുക്കുക. അല്ലെ, ഇത്തരം ആക്ടിവിറ്റീസുകൾ എന്താണ് കുട്ടികളുടെ എന്ത് പ്രവർത്തനത്തെയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? ഇത്തരം ആക്ടിവിറ്റീസുകൾ നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ്, കോർഡിനേഷൻ അല്ലെ. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ മോട്ടോർ കോർഡിനേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, യെസ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുട്ടികൾ ആദ്യം പെൻസിൽ പിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. പെൻസിൽ പിടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പിടിക്കുവരുന്നവരാ? ഇല്ല, വേദനിക്കുന്നു പറയും കുറച്ച് വേദനിക്കും. എന്തുകൊണ്ടാണ്? അവിടെ പേശികൾ ഡെവലപ്പ് ആയിട്ടില്ല അല്ലെ. പിന്നീട് എന്താണ് ഇപ്പൊ ആദ്യം സ്ലിപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ ഒക്കെ വരച്ചാണ് കുഞ്ഞുങ്ങളെ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ബിൽഡിംഗ് ബ്ലോക്സുകളൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ബീഡ്സ് ഒക്കെ പിടിച്ച് ഉപയോഗിച്ച് എന്താണ് കൈകളുടെ മസിൽസിന് എന്ത് സംഭവിക്കുന്നു? വികസനം സംഭവിക്കുന്നത് കൂടിയാണ് കുട്ടികളില് ആ ഒരു കോർഡിനേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, യെസ്. Young children practices fine motor control through activities like cutting, threading beads and sorting. ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന മറ്റു കുറച്ച് ആക്ടിവിറ്റീസുകളുണ്ട്. എന്തൊക്കെയാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്? കട്ടിങ് കൊടുക്കാം, ത്രെഡിങ് പ്ലേറ്റ്സ്, പിന്നെന്താണ് സോർട്ടിങ്. സോർട്ടിങ് എന്ന് പറയുന്നത് എന്താ? സോർട്ടിങ് അതിങ്ങനെ അടുക്കി വെക്കുന്നതിനല്ലേ പറയാ? അടുക്കി അതിപ്പോ എണ്ണം കൊടുക്കാൻ നമുക്ക് അപ്പൊ കൗണ്ട് ചെയ്യാനും കൂടി കുട്ടികൾ പഠിക്കുക. സോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ തരംതിരിച്ച് മാറ്റാനൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഒരേ കളേഴ്സ് ഉള്ളത് ഒരേ ടേബിളില് അല്ലെങ്കിൽ ഒരേ ബീഡ്സുകളൊക്കെ എന്താണ് പല ഒരേപോലെ രീതിയിൽ നമുക്ക് അത് അറേഞ്ച് ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കാം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചെറുതിലെ തൊട്ട് ഇപ്പോ 8ഉം 5ഉം വയസ്സായി അവർക്ക് ഞാനിങ്ങനെ ഒരു ബോട്ടിൽ പരിപ്പ്, പയറ്, കടല, ചെറുപയറ് അങ്ങനെയുള്ള കുറച്ച് എടുത്ത് മാറ്റാൻ സൈസോട്ടുള്ള സാധനങ്ങൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുപ്പിയിലിട്ട് കൊടുക്കും. എന്നിട്ട് അവര് തറയിൽ സിമെന്റ് തറയിൽ അവിടെ ഇരുന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് മാറ്റാൻ ഞാൻ പറയാറുണ്ട്. അപ്പൊ അവരതുപോലെ ആദ്യമൊക്കെ പാടാണ്, പിന്നെ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യണം. ഇപ്പൊ എന്റെ 3 വയസ്സുള്ള മോന് ഞാനിപ്പോ അത് പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ അവർക്ക് അറിയില്ല അല്ലെ. പിന്നീട് പ്രാക്ടീസ് പരിശീലനത്തിലൂടെയാണ് കുട്ടികൾ അതിലേക്ക് അറ്റൈൻ ചെയ്തെത്തുന്നത്. ഓക്കെ, യെസ്. Parents need to provide children with toys which further enhance their fine motor coordination. എന്താ പറയുന്നത്? Parents need to provide ടോയ്സ് പ്രൊവൈഡ് ചെയ്യണം which further കുട്ടികളുടെ മോട്ടോർ കോർഡിനേഷൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ടോയ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് ടോയ്സ് കൊടുക്കുന്നത് ഇപ്പൊ ചിലർ ഒരു കളിപ്പാട്ടം കൊടുക്കുന്നതിലെ കുറെ പേര് അതൊക്കെ മാറ്റി വെക്കുക, അത് വേണ്ട കൊടുക്കണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടത്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ നടക്കേണ്ട ഒന്നാണ് മോട്ടോർ കോർഡിനേഷൻ. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സ് അവരുടെ മസിൽസിന് രൂപപ്പെടണമെങ്കിൽ അവർക്ക് സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനത്തിന് പ്രത്യേകിച്ച് ഏറ്റവും എളുപ്പമാണ് ബ്ലോക്സുകൾ അല്ലെ. ബിൽഡിംഗ് ബ്ലോക്സ് വഴി കുട്ടികളത് എന്താണ് ഒരുപാട് പല ഷേപ്സുകൾ അത് ഉണ്ടാക്കും. പല രീതിയിൽ അത് സമയം അവരോട് ഇരുന്ന് ചെലവഴിക്കുകയാണ് അല്ലെ. കുറെ സമയം അവരിക്കും. നിങ്ങൾ കൂടെ ഇരുന്ന് ഉണ്ടാക്കി കൊടുക്കുക, ഓരോ ഷേപ്സുകൾ നിങ്ങൾ ഉണ്ടാക്കുക. പല കളറിലുള്ള റിങ്സ് പല വലിപ്പത്തിൽ വരുന്നില്ലേ അറേഞ്ച് ചെയ്യാന്? പിന്നെ നമ്മുടെ റിങ്സ് ഇല്ലേ മറ്റേ ഇങ്ങനെ ഒരു ഹൈറ്റിലുള്ള, അതിന്റെ പേരെന്താണ് അറിയില്ല, പല കളറിലുള്ളത്. അതെന്താണ് ഓരോ റൗണ്ടിനും ഓരോ ഷേപ്സ് ആണ് അല്ലെ. ഏറ്റവും വലിയ റൗണ്ട് ഉണ്ട്, പിന്നെ ചെറുത്, പിന്നെ അതിന്റെ ചെറുത്, അങ്ങനെ മുകളിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും ചെറുത് വരുന്നത്. അതും മോട്ടോർ കോർഡിനേഷൻ. അതിന് വീണ്ടും ചെയ്തോട്ടെ. പിന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ കാണിച്ചു കൊടുക്കുക, പിന്നീട് കുട്ടികൾക്ക് ചെയ്യും. വീണ്ടും ചെയ്യുന്നതോട് അവരുടെ എന്ത് സംഭവിക്കുന്നു? അവരുടെ പേശികളില് വികസനങ്ങൾ സംഭവിക്കുന്നു. ഓക്കെ, യെസ്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. അതായത് ശാരീരിക വികസനത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? The physical development of an individual is found to be influenced. സഫീദ മൈക്കോൺ ആണ് മ്യൂട്ട് ചെയ്തേ. The physical development of an individual is found to be influenced by both hereditary and environmental factors.
Some of the important factors that affect physical growth and development are, ഇപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ശാരീരികമായിട്ടുള്ള കുട്ടികളുടെ വികാസത്തിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതില് ഫസ്റ്റ് വൺ നമുക്കറിയാം അല്ലെ എന്താണെന്ന്, ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പാരമ്പര്യ ഘടകങ്ങൾ അതുപോലെ തന്നെ പാരിസ്ഥിതിക ഘടകങ്ങളുമാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ലാതെ ഫിസിക്കൽ ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്തൊക്കെ ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്? ഇതൊക്കെയാണ് ട്രെയ്റ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റഡ് അറ്റ് ടൈം ഓഫ് കൺസെപ്ഷൻ. ഫസ്റ്റ് വൺ എന്താണ്? ട്രെയ്റ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ. എന്താണ്? ഗർഭധാരണ സമയത്ത് പാരമ്പര്യമായിട്ട് സംഭവിക്കുന്ന കുട്ടികളുടെ സവിശേഷതകൾ. എന്താണ് ഗർഭധാരണ സമയത്ത് ഉണ്ടാവുന്ന സവിശേഷത എന്തൊക്കെയാണ്? അത് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ടോ കുട്ടികളുടെ? അമ്മയുടെ ഗർഭധാരണ സമയത്ത് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ടോ? ഉണ്ട്. ഗർഭധാരണ പീരീഡിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും തന്നെ എന്താണ് കുട്ടിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ, വളർച്ചയെ അതുപോലെ തന്നെ സഹായിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഗർഭധാരണ സമയത്ത് പാരമ്പര്യമായിട്ട് ലഭിച്ചിരിക്കുന്ന എല്ലാ തരം സ്വഭാവ സവിശേഷതകളും കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് the physical and as well as mental health of the mother during the time of pregnancy. Physical as well as mental health of the mother during the time of pregnancy. രണ്ടാമത്തെ എന്താണ്? ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് മദറിന്റെ അത് കുട്ടിനെ ബാധിക്കും. മാനസികമായിട്ടുള്ള ആരോഗ്യം പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഒരു നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിലേക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതായത് അമ്മയുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യം കുഞ്ഞിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അമ്മയുടെ ബോഡി വീക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? കുട്ടിയുടെ ബോഡിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ബോഡി വീക്ക്നെസ് സംഭവിക്കുന്നുണ്ട്. പ്രഗ്നൻസി നടക്കുന്ന മാനസികമായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ ഡിപ്രഷൻസ് ഒക്കെ വന്നാലും അത് കുഞ്ഞിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻ കേസ് ഓഫ് നമ്മൾ പഠിച്ചിട്ട് എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൽക്കഹോൾ ഡ്രിങ്ക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗം ഉണ്ടായാലും അതെന്താണ് കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയെ കൂടി അത് ബാധിക്കുന്നുണ്ട്. യെസ്, then nutrition received by the embryo within the womb of the mother. Nutrition received by the embryo within the womb of the mother. പൊക്കിൾക്കൊടിയിലൂടെ അമ്മയിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞിന് ആണോ? പൊക്കിൾക്കൊടി എന്നാണോ പറയുന്നത് അവിടെ? അല്ലേ? എങ്ങനെയാണ് അവർക്ക് ന്യൂട്രീഷൻസ് കിട്ടുന്നത്? വോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് കിടക്കുന്ന എന്താണ്? ഗർഭപാത്രം അല്ലെ. ഗർഭപാത്രം. എംബ്രിയോ എന്താണ്? ഭ്രൂണം അല്ലെ. എംബ്രിയോ എന്താണ്? ഭ്രൂണം. വോംബ് എന്താണ്? ഗർഭപാത്രം. അതായത് നമ്മളിവിടെ ഗർഭപാത്രത്തിനുള്ളില് ഭ്രൂണത്തിന് ലഭിക്കുന്ന പോഷകങ്ങൾ അത് കുട്ടിയുടെ വളർച്ചയെ സഹായിക്കും. നമ്മൾ പറഞ്ഞ അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടിയാണ് കുട്ടിക്ക് എന്ത് ലഭിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്? ന്യൂട്രീഷൻ. ന്യൂട്രീഷൻസ് കിട്ടുന്നത് നമ്മൾ പഠിച്ചു. പിന്നെ അപ്പൊ അവിടെ നിന്ന് റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ന്യൂട്രീഷൻ ആണ് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഒരേപോലെ തന്നെ സഹായിക്കുന്നത്. The conditions are care at the time of delivery. Conditions are care at the time of delivery. അതായത് ആ ഡെലിവറി ടൈമിൽ ഉണ്ടാവുന്ന അമ്മയുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മള് എന്താ പറയാ ഡെലിവറി ടൈമിൽ അമ്മയ്ക്ക് BP കൂടുക കേട്ടിട്ടില്ല നമ്മളെ BP ഷുഗർ ഒക്കെ കൂടുന്ന സമയത്ത് ഹൈ BP ആവുന്ന സമയത്ത് അത് ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ബേബീനെ അല്ലെ. BPയിലെ വേരിയേഷൻസ് ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് ഉണ്ടാവും. അത് കുട്ടീനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി ആവാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് ആ സമയത്ത് പ്രഷറൊക്കെ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്താണ് ഡെലിവറി സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷൻസ് ഒക്കെ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊന്നാണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ല? യെസ് മാം.
Then presence or absence of physical defects, illness and diseases. Presence or absence of physical defects, illness and diseases. എന്താണ് അവിടെ പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള, അതായത് ശാരീരിക വൈകല്യങ്ങള്, രോഗങ്ങള്, അല്ലെ? ഇതൊക്കെ എന്താണ് ആ ഒരു സമയത്ത് പ്രഗ്നൻസി പീരീഡ് തുടങ്ങി അല്ലെങ്കിൽ ആ തീരുന്ന വരെയുള്ള പീരീഡിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും കുട്ടിക്ക്. കുട്ടിനെ അത് ബാധിക്കും. മാം, ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ ഡിഫക്ട്സ് ഉണ്ടെന്ന് ഉദ്ദേശിച്ചു. ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ ഡിഫക്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ആബ്സെൻസ് എന്നുള്ള വാക്ക് വിട്ടേരുത് നിങ്ങൾ, വേണ്ട. ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ ഡിഫക്ട്സ് മതി കേട്ടോ, ഓർ ആബ്സെൻസ് എന്നുള്ളത് വേണ്ട. പ്രസൻസ് ഓഫ് ഫിസിക്കൽ ഡിഫക്ട്സ്, ഏതെങ്കിലും ഫിസിക്കൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫിസിക്കൽ ഡിഫക്ട്സ് ശാരീരിക വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നതില്? അത് മദറിനുള്ളത് കുട്ടിയിൽ ബാധിക്കും എന്നാണോ പറയുന്നത്? അതെ 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 അതെ. ഹാൻഡിക്യാപ്റ്റഡ് ആവാം. അമ്മയ്ക്ക് ഉണ്ടാവുന്ന കേൾവിക്കുറവോ അല്ലെങ്കിൽ കാഴ്ചക്കുറവൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാവുമ്പോ സംസാരശേഷി, സംസാരിക്കാൻ പറ്റാത്തത്, ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇപ്പൊ ഷുഗർ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ അത് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ശ്വാസം മുട്ടല് പോലുള്ള രോഗങ്ങളല്ലേ, അതൊക്കെ പാരമ്പര്യമായിട്ട് വരുന്നു. എന്താണ് പാരമ്പര്യമായിട്ട്? ശ്വാസം മുട്ടൽ, ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നു. കോംപ്ലിക്കേഷൻസ് ആണ് ആ ഒരു സമയത്ത് ഉണ്ടാവുമ്പോൾ കേട്ടോ. അപ്പൊ ഡെലിവറി സമയത്ത് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ആണ് എന്ത്? ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരാമെന്ന് പറയുന്നത് അല്ലേ? നോർമൽ ഡെലിവറിയിലൊക്കെ അത് പോസിബിലിറ്റി കുറവായിരിക്കും. പിന്നെ വരുന്ന സിസേറിയൻ ആണെങ്കിൽ തന്നെ എന്താണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് അല്ലെ? പിന്നെ കുട്ടികൾക്ക് തൈറോയ്ഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അല്ലെ? തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. യെസ്. പിന്നെന്താണ്? The living condition are physical, social and culture. The living conditions are physical, social and culture. ജീവിത സാഹചര്യങ്ങൾ ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ? ഫിസിക്കലായിട്ടും എന്താണ് സോഷ്യൽ ആൻഡ് കൾച്ചർ, അതായത് അതെങ്ങനെയായിരിക്കും ബാധിക്കുന്നത് കുട്ടീനെ? ആരോഗ്യപരമായിട്ടും ബാധിക്കാം. പിന്നെ കണ്ടീഷൻസ് എങ്ങനെയാണ്? നല്ല രീതിയിൽ നല്ല പോഷകാഹാരങ്ങളൊക്കെ കിട്ടാതെ വളരുന്ന കുട്ടികള് എങ്ങനെയായിരിക്കും? അനീമിക്കൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അനീമിയ പോലുള്ള ഫുഡ് ഉണ്ടാവും. കാഴ്ചക്കുറവുണ്ടാവുന്ന കുട്ടികളായിരിക്കും. കാഴ്ചക്കുറവുണ്ടാകാം. അപ്പൊ ചെറിയ കുട്ടികൾ പറഞ്ഞിട്ടില്ലേ, ഫേസിലൊക്കെ വെള്ള പാടുകൾ വരും അല്ലെ? കൃത്യമായ രീതിയില് ഇതല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മോശമായത് കൊണ്ട് ഭക്ഷണങ്ങൾ കൃത്യമായ രീതിയിൽ കിട്ടുന്നില്ല, നല്ല പോഷകങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് കുട്ടികളുടെ ശരീരത്തിനാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത്, വളർച്ചയിനാണ് അത് ബാധിക്കുന്നത്. പിന്നെ വേറെ എന്താണ്? ചില തീരെ ഭക്ഷണക്രമങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ എന്താണ് ശരീരം പുഷ്ടി വരുന്നില്ല, അണ്ടർ വെയിറ്റ് കുറവെന്നുള്ളൊരു സാധ്യതയും വരുന്നുണ്ട് കുട്ടികൾക്ക്. അണ്ടർ വെയിറ്റ് ആയിരിക്കും കുട്ടികൾ. അണ്ടർ വെയിറ്റ് ആയിരിക്കുള്ളൂ. പിന്നെ നല്ല ചുറ്റുപാടാണെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നല്ല ചുറ്റുപാടിൽ വളരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യസ്ഥിതി പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. Then last one, opportunities of recreation, self-expression, play, exercise, rest and sleep. നമ്മള് എന്തിനൊക്കെ അവസരങ്ങൾ കൊടുക്കണം കുട്ടികൾക്ക്? റിക്രിയേഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വിനോദങ്ങൾ ചെയ്യാനായിട്ട്, എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. സെൽഫ് എക്സ്പ്രഷൻ എന്താണ്? സ്വയം അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അല്ലെ? സെൽഫ് എക്സ്പ്രസീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. പ്ലേ, കളിക്കാനായിട്ട് അവരെ അനുവദിക്കുക. എക്സസൈസ്, കളിക്കൽ മാത്രമല്ല എക്സസൈസ് അല്ലെ? വിവിധ തരത്തിലുള്ള യോഗ തുടങ്ങിയ ഏത് തരത്തിലുള്ള എക്സസൈസ് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, ഇവയോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് എന്ത്? റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ഇപ്പൊ നിങ്ങൾ ഹെൽത്ത് കെയറിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, നന്നായിട്ട് നല്ലൊരു ആരോഗ്യസ്ഥിതിയുള്ള കുട്ടിയാണെങ്കിൽ അവന്റെ സ്ലീപ്പ് എങ്ങനെയായിരിക്കും? കുട്ടി ഉറങ്ങുന്നത് എങ്ങനെയായിരിക്കും?
എങ്ങനെയായിരിക്കും? കംഫർട്ടബിൾ ആയിട്ട് കുട്ടി ഉറങ്ങും അല്ലെ? വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ബോഡി ആണെങ്കിൽ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അവന് നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളെ കുട്ടികളെ മാക്സിമം കളിപ്പിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്താലും അവർക്ക് ആവശ്യത്തിനുള്ള എന്തുകൂടി കൊടുക്കണം, വിശ്രമ ഇടവേളകൾ കൂടി കൊടുക്കേണ്ടതുണ്ട്. ചില കുട്ടികൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഒരു സ്ഥലത്ത് പോലെ അടങ്ങിയിരിക്കില്ല. പക്ഷെ നമ്മള് കുറച്ച് സമയമെങ്കിലും എന്താണ് അവരൊന്ന് ഫ്രീ ആയിക്കോട്ടെ, അത് ബോഡിക്ക് ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ കൂടി ഉള്ള സമയം കൊടുക്കണം അല്ലെ? ചില കുഞ്ഞുങ്ങൾ എന്താണ് ഉച്ചയ്ക്ക്, നിങ്ങളുടെ കുട്ടികളൊക്കെ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ടോ? ഒരു സമയം വരെ ഉറങ്ങിയിരുന്നാണോ ഉച്ചയ്ക്ക്? ഇല്ല, എന്റെ മോൻ ഉറങ്ങില്ല. LKG പഠിക്കുന്ന സമയത്ത് അവൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവമായിരുന്നു ഉച്ചക്ക് ഉറക്കുന്നത്. ഉറക്കാണ് അല്ലെ? പക്ഷെ കുട്ടികൾ ഉച്ചയ്ക്ക് ഉറങ്ങണം എന്നാണ് അല്ലെ? ബോഡി റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണത്. കുറച്ച് സമയം മാം ഇപ്പൊ ഉച്ചയ്ക്ക് ഉറങ്ങിയാലേ എത്ര മണിക്കൂർ ഉറങ്ങണം, അങ്ങനെ വല്ലതും ഉണ്ടോ? മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് ഏജിനനുസരിച്ചുള്ള ഒരു ഉറക്കമായിരിക്കും നല്ലത്. നമ്മൾ മാക്സിമം കുട്ടികളൊരു 1 അവറെങ്കിലും നന്നായിട്ട് ഉച്ചയ്ക്കെങ്കിലും ഉറക്കണം എന്നാണ്. 1 അവർ മാക്സിമം. 1 അവറിലെ 1.5 മണിക്കൂറെങ്കിലും കുട്ടികൾ നന്നായിട്ട് ഉറങ്ങണം. ഇപ്പൊ രാത്രി ഉറക്കം കിട്ടാത്ത കുട്ടികളാണെങ്കിൽ, രാത്രി നന്നായിട്ട് ഉറങ്ങുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 1/2 മണിക്കൂറായാലും ഉറക്കാൻ മതി. അത് റുട്ടീൻ ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. ചില കുട്ടികളൊന്നും ഉറങ്ങുക പോലില്ല, ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കുട്ടികളുണ്ട് അല്ലേ? ചിലവര് രാത്രി ഉറങ്ങൂല, പകലും ഉറങ്ങൂല, അങ്ങനത്തെ കുട്ടികളുണ്ടോ? ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട് അല്ലോ. അങ്ങനെയുള്ള പാരന്റ്സിനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം അങ്ങനെയുള്ള കുട്ടികളുണ്ട് രാത്രി തീരെ ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അത്? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടോ? ഫിസിക്കലോ മെന്റലോ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണ് അത്തരത്തില് രാത്രി കൃത്യമായ രീതിയിൽ ഉറക്കങ്ങൾ കിട്ടാത്തത്. ഓക്കെ, എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അവര് ഉറങ്ങാത്തത് കേട്ടോ. പിന്നെ ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താണ് കൃത്യമായിട്ട് ഉണരുകയും കൃത്യസമയത്ത് ഉണരുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അവർക്ക് ആവശ്യത്തിന് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് എന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതെ, ഒരു കുട്ടിയുടെ വളർച്ചയെയും വികസനത്തെ സഹായിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്താ, അവന്റെ ശരീരം എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ അതോടൊപ്പം തന്നെ എന്താണ് കുറച്ച് സമയമെങ്കിലും എന്ത് വേണം, വിശ്രമം ഇടവേളകൾ അത്യാവശ്യമാണ്. ഓക്കെ, നമ്മൾ കുട്ടികൾ ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിർബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മള് കുട്ടികളെ ഇപ്പൊ അംഗനവാടിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്താണ് ആയമാര് നിർബന്ധിച്ച് കുറച്ച് സമയമെങ്കിലും ഉറങ്ങും, അല്ലെങ്കിൽ എന്താണ് അവരവിടെ കിടത്തും അല്ലെ? ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് 2 മണി തുടങ്ങി 3 മണി വരെ കുഞ്ഞുങ്ങൾ ഉറക്കുമായിരിക്കും, അല്ലെങ്കിൽ 3:15 വരെയൊക്കെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമായിരിക്കും. ചില കുട്ടികൾ, ചിലർ കണ്ണടച്ചോടെ വെറുതെ കിടക്കും, ചില കുട്ടികൾ അങ്ങനെ ഉറങ്ങില്ല. പലരും പല ടൈപ്പാണ് അല്ലെ? നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല, കുട്ടികളെ ഒരിക്കലും നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കണ്ട. പക്ഷെ എങ്കിലും നമ്മൾ ഒന്നിലും കൂടെ കിടക്കുക, കൂടെ അവരുടെ കൂടെ കിടന്ന് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞ് ചിലപ്പോ ഒരു മൊമെന്റിൽ അവർ ഉറങ്ങി പോയിക്കോളും. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, പാരന്റ്സിന്റെ ടീച്ചേഴ്സിന്റെ കയ്യിലാണ് ആ ഒരു കാര്യം. മാം ഞാൻ ഉറങ്ങും, അവൻ ഉറങ്ങത്തില്ല. നമ്മൾ ഉറങ്ങി പോകും, നമ്മൾ ഉറങ്ങി പോകും. അതെ, പറഞ്ഞപ്പോ തന്നെ ഉറക്കുന്നില്ല. ഒരു പോയിന്റ് റീഡ് ചെയ്തില്ലായിരുന്നു, ഒരു പോയിന്റ് റീഡ് ചെയ്തില്ലായിരുന്നു. ഒരു പോയിന്റ് റീഡ് ചെയ്തില്ലായിരുന്നു. ഏതാണോ? ഏതാ പറഞ്ഞ? ന്യൂട്രീഷൻ ചൈൽഡ് ആഫ്റ്റർ ബർത്ത്. ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ചൈൽഡ് ആഫ്റ്റർ. ഓക്കെ, പോയിന്റ് വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, ഇതെന്താണ് പറയുന്നത്? ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു? ജനന ശേഷം കുട്ടിക്ക് ലഭിക്കുന്ന പോഷകങ്ങൾ മദറിന്റെ അടുത്ത് തന്നെ കിട്ടുന്നതല്ലേ, പാലിലൂടെ കിട്ടുന്ന ന്യൂട്രീഷൻ ആണോ? പാലിലൂടെ മാത്രമാണോ? ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ചൈൽഡ് ആഫ്റ്റർ ബർത്ത്. ആഫ്റ്റർ ബർത്ത് എന്ന് നോക്കണം. ആഫ്റ്റർ ബർത്ത് എന്ന് പറഞ്ഞാൽ ശേഷം കുട്ടിക്ക് ലഭിക്കുന്ന പോഷകങ്ങൾ അത് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് വരെ എന്താണ് കുട്ടിയെ അമ്മയുടെ പാല് തന്നെ, ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അത് മാത്രമാണ് കുട്ടികളിൽ കിട്ടുന്നത്? അല്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകൾ നമ്മൾ പോഷകങ്ങൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അല്ലെ? അതും കുട്ടിയുടെ എന്തിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നുണ്ട്? ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ആഫ്റ്റർ ദ ബർത്ത് കിട്ടുന്ന എല്ലാ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകൾ. ഓക്കെ, യെസ്.
നമ്മളിപ്പോ പറഞ്ഞ എന്താണ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ ഓരോരുത്തർക്കായിട്ട്? പറയാം മാം. പറയാം. First one, the traits and characteristic inherited at the time of conception. കൺസെപ്ഷന്റെ സമയത്തുള്ള എല്ലാ കാര്യങ്ങളും അവരെ സ്വഭാവങ്ങളും അതെല്ലാം കുട്ടിക്ക് ലഭിക്കും. അവരെ ജനറ്റിക് പരമായ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ആ കുട്ടിയിൽ ഉണ്ടാവും കൺസെപ്ഷൻ സമയത്ത്. സെക്കൻഡ് വൺ ആരാ പറയുന്നത്? ഞാൻ ഉമൈറ പറയാം. The physical as well as mental health of the mother during time of pregnancy. അമ്മയുടെ മാനസികമായും ശാരീരികമായ വളർച്ചയെ കുട്ടിക്ക് അത് ബാധിക്കുന്നു. Then third one. Nutrition received by the embryo with the womb of the mother. അമ്മയുടെ ഗർഭത്തിൽ നിന്നാണ് കുട്ടിക്കുള്ള ന്യൂട്രീഷൻസ് എല്ലാം ലഭിക്കുന്ന ഭ്രൂണത്തിന്. Then fourth one. Conditions and care at the time of delivery. Okay. എന്താ ഹൈ BP അസുഖങ്ങൾ, അമ്മയ്ക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും ചിലതൊക്കെ, എല്ലാം വരത്തില്ല, ചിലതെങ്കിലും കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. Okay. അടുത്ത പോയിന്റ്. ഹലോ മാം, ഞാൻ പറയാം. ന്യൂട്രീഷൻ റിസീവ്ഡ് by the children after birth. നല്ല ഫുഡുകൾ വേണമെന്ന് ആ സമയത്ത്. ജനനത്തിന് ശേഷം കുട്ടികളിലേക്ക് ലഭിക്കുന്ന പോഷകങ്ങൾ അല്ലെ? പോഷകാഹാരങ്ങള്. അടുത്ത പോയിന്റ് ആരാണ് പറയുന്നത്? Presence of physical defects, illness and diseases. ജനിച്ചതിന് ശാരീരികപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ജനിച്ചതിന് ശേഷം. ശാരീരിക വൈകല്യങ്ങൾ, അസുഖങ്ങള് അല്ലെ? ഇതൊക്കെ എന്താണ് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന അസുഖങ്ങളെല്ലാം തന്നെ. അടുത്ത പോയിന്റ്. The living conditions are physical, social and culture. ജീവിത സാഹചര്യങ്ങൾ കുട്ടിയുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ബാധിക്കുന്നുണ്ട്. Okay, very good. The last point. The opportunities of recreation, self-expression, play, excessive rest and sleep. കുട്ടികൾക്ക് അവരുടെ സ്വയം പ്രകടിപ്പിക്കാനും കളിക്കാനും പിന്നെ എക്സസൈസിനും റെസ്റ്റിനും പിന്നെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ലീപ്പിനും ഒക്കെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കണം. Okay, yes, very good. അടുത്തത് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത് ഫ്രഷ് ആയിട്ട് തുടങ്ങണം. ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് ഇതില് അത് തന്നില്ലേന്നല്ലേ? ചെയ്തുട്ടാ. ഓക്കെ മൺഡേ കാണിച്ചാൽ മതി കേട്ടോ. എല്ലാവരും ചെയ്യണം കേട്ടോ, പറഞ്ഞ എല്ലാവരും ചെയ്യണം പറ്റുന്ന പോലെ. നിങ്ങൾക്ക് ഇനി കുട്ടികളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അടുത്തൊന്നും കുട്ടികളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. അതെ മാം, ഒരു ഡൗട്ട് ഉണ്ട്. അത് കോളം വരച്ച് ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കോളം വരച്ച് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടം പോലെ. കോളം വരച്ച് ചെയ്യുന്നതല്ലേ എളുപ്പം? അതെളുപ്പം. അപ്പൊ ഏജ് എഴുതാം, ഹൈറ്റ്, വെയിറ്റ്, സൈസ് എഴുതാം കേട്ടോ. ഓക്കെ. സുറുമി ക്ലാസ്സിലുണ്ടോ? സുറുമി എന്താ ഉണ്ടാക്കേ? ഇന്ന് റേഞ്ച് കുറവാ. ഞാൻ ഹോട്ട്സ്പോട്ട് വൈഫൈ എടുത്തേക്കണ മിണ്ടാതിരിക്കണ, റേഞ്ച് കുറവാ. ഓക്കെ, കാണാത്തോണ്ട് ചോദിച്ചാണ് കേട്ടോ. പിന്നെ 46 ഇത്രയും സ്റ്റുഡൻസ് തന്നെ എല്ലാ ക്ലാസ്സിലും കയറാറുണ്ടോ? 46 സ്റ്റുഡൻസും ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇടയ്ക്ക്. ഇത്രയും പേര് എന്നെ കയറുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം.
ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നോ? ഇപ്പോ ഇതിൽ കൂടുതൽ കുറഞ്ഞു. ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ 54ഓളം കയറിയിട്ടുണ്ട്. 54ഓളം കയറിയതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ 42 അതിലും കുറവാണ്. ഇന്നലെ 36 ഉണ്ടായിരുന്നുള്ളൂ. ആണ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ കയറാത്തതെന്നാവും? എന്തെങ്കിലും വീട്ടില് ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ വീട്ടിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. റെക്കോർഡൊക്കെ കാണുന്നുണ്ടാവും, പക്ഷെ അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെക്കോർഡഡ് ക്ലാസ്സിൽ കാണുന്ന പോലെയല്ല, ലൈവ് ക്ലാസ്സിൽ വ്യത്യാസമുണ്ട് അല്ലെ? നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ക്ലാസ്സിൽ. റെക്കോർഡ് ക്ലാസ് കാണാൻ മടിയാ. നിങ്ങൾക്ക് ഏതാണ്, റെക്കോർഡ് ആണോ ലൈവ് ക്ലാസ് ആണോ ഇഷ്ടം? നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ നമുക്ക് ചോദിച്ചു പോകാം. ക്ലാസ് ഒരു ശരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ കിട്ടും. പക്ഷെ റെക്കോർഡഡ് കാണുമ്പോൾ നമുക്ക് അത് എപ്പോ വേണമെങ്കിലും നമുക്കത് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ട് പോവാം അല്ലെ? ആ ഒരു ചിന്താഗതിയിൽ കണ്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്ത് കണ്ടാലും മതി. അപ്പൊ ആ ഒരു സുഖം ഉണ്ടാവില്ല. ക്ലാസ് കാണാനും മടിയായിരിക്കും. ക്ലാസ് കാണേണ്ടി വരും. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കാണാനാണെങ്കിൽ ചിലപ്പോ അതിന് ഒരാഴ്ചത്തെ ക്ലാസ് മുഴുവൻ കണ്ടു തീർക്കണം. അങ്ങനെ അതിന് ബുദ്ധിമുട്ടുള്ളവരങ്ങനെ ചെയ്തു തീർക്കുന്നുണ്ടല്ലോ, എന്നൊക്കെ പറയാൻ പറ്റില്ല. അല്ലാത്തവരെ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഇവിടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലെ? 12 to 1 എന്നുള്ളത്. വേറൊരു ബാച്ച് ഉണ്ട് 12:30 to 1:30 എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട് MTK തന്നെ. ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. നമുക്ക് വിശക്കും. ഒരു ആദ്യം വെച്ചാൽ പീരീഡ് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈം കൊടുത്തിരിക്കുന്നതാണ് അവർക്ക്. കുറെ പേർക്ക് ആ ഒരു സമയത്താണ് അവൈലബിലിറ്റി. പക്ഷെ ആ ഒരു സമയം വെച്ച് നമുക്ക് എന്തായാലും എല്ലാവർക്കും വിശക്കുന്ന ഒരു സമയമാണ് അല്ലെ? 12:30 to 1:30 എന്നുള്ള സമയത്ത് സുഖമല്ല. 12:00 to 1 നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കാം. 1 മണി കഴിഞ്ഞ് പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാന്നുള്ള ഇത് വരാം. നിങ്ങൾ എല്ലാവരും കറക്റ്റ് സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണോ? എനിക്കറിയാം. രാവിലെ ഭക്ഷണം ഇപ്പൊ കഴിഞ്ഞു. സ്കൂളിൽ പോയതിന് ശേഷം കുട്ടികൾ പോയതിനു ശേഷം 10 മണി 10:30 അല്ലേ? ആണോ? 10 മണി. 10 മണി. പിന്നെ കുട്ടപ്പം എന്തായാലും ലേറ്റ് ആയിട്ട് കഴിച്ചാൽ മതി അല്ലേ? അങ്ങനെയാണ് കഴിക്കേണ്ടത് മാക്സിമം. അവര് പോയി ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ നോക്കില്ല. അവരുടെ കൂടെ നിന്ന് കഴിക്കാൻ പറ്റുന്നെങ്കിൽ കഴിക്കാം കേട്ടോ. ഇനിയൊക്കെ നമ്മുടെ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങുക. ഏകദേശം പ്രായത്തിലോട്ടൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു നമ്മളല്ലേ അല്ലേ? ശരിയാണ്. അപ്പൊ ഉച്ചക്ക് 1:30. രാത്രി എങ്ങനെയാണ്? രാത്രി ഫുഡ് കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. ഏറ്റവും ലേറ്റ് ആയിട്ട് കഴിക്കുന്നവരുണ്ടോ? 11 മണിക്കൊക്കെ കഴിക്കുന്നവരുണ്ടോ? അപ്പൊ അതൊക്കെ മാറ്റിക്കോളൂ കേട്ടോ. അതൊക്കെ ഹെൽത്തി ഹാബിറ്റ്സേ അല്ല, ബാഡ് ഹാബിറ്റ്സ് ആണ് അതൊക്കെ. അതൊക്കെ മാറ്റി അതൊക്കെ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാര്യങ്ങളിലും കൂടി നിങ്ങൾ സമയം കൊടുക്കുക. ഓക്കെ? ഹസ്ബൻഡിന്റെ അടുത്ത് എപ്പോഴും ചീത്ത കേൾക്കുന്ന സംഭവമാണത്. എന്ത്? ആരോഗ്യം ശ്രദ്ധിക്കണില്ല എന്ന് പറഞ്ഞാണോ? നമ്മുടെ ആരോഗ്യം നമ്മളെ വേറെ ആരെങ്കിലും ഒന്ന് നോക്കോ? ഇല്ല അല്ലെ? അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഇനിയിപ്പോ ക്ലാസ്സിൽ കയറാനുള്ള സമയമൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. അങ്ങനെ മാറിക്കോളും നിങ്ങൾ കേട്ടോ. പക്ഷെ നമ്മളും കൂടി ശ്രമിക്കണം അല്ലെ? ചെയ്യാന്ന് വിചാരിക്കും അല്ലെ? നിങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, ചെയ്യണം. നിങ്ങൾക്ക് പറ്റും കേട്ടോ. 100 വട്ടം പറ്റും. പറ്റണ്ടേ? പറ്റണം കേട്ടോ. ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ, നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് നല്ല രീതിയിൽ പറയുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റണ്ടേ? അപ്പൊ നമ്മുടെ ആരോഗ്യം കൂടി അതിൽ കൂടുതൽ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നിർത്താൻ വേണ്ടി ചെയ്യാം. അതൊക്കെ ശ്രദ്ധിക്കാൻ വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അസുഖം വന്നിട്ട് നിങ്ങൾ എല്ലാവരും മരുന്ന് വാങ്ങിക്കാറുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പോവാറുണ്ടോ മരുന്നിനൊക്കെ? പോവാറുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിൽ പോയി വാങ്ങിക്കും അല്ലെ? പറ്റുന്നില്ലാതെ പോലെ പോവും അല്ലെ? അങ്ങനെയല്ല നിങ്ങൾ ചെയ്യാറ്? ആദ്യം നമ്മളുടെ കുറുക്ക വിദ്യകളൊക്കെ ചെയ്ത് നോക്കും. പാളിയെന്ന് തോന്നുമ്പോ നമ്മൾ പോവും അല്ലെ? ശരി, അതിനോട്ടുണ്ടോ? ഞാൻ പറയണേ ഒരു സ്റ്റോറിയാണേ. ട്രൂ ഫ്രണ്ട്ഷിപ്പ്.
Once upon a time, a frog lived in a forest. He had two friends, a parrot and a crow. But the parrot didn't like the crow. He often made rude comments and spread rumors about him. One day, the parrot told the frog, "The crow is ugly and dirty. He eats rotten food. You should stay away from him. He doesn't even have a sweet voice like me. I am clean and beautiful, and my voice is lovely." Then he advised the frog, "Always choose good friends." The next day onwards, the frog started avoiding the crow. He kept his distance and didn't speak to him. The crow felt sad. "My friend has misunderstood me," he thought. One day, the frog was talking to the parrot near a tree while the parrot ate some grain on the ground. The crow sat on the branch above them, watching. He realized that the parrot had broken their true friendship. The parrot saw the crow and said, "Look at the ugly crow. He's sitting near us. Ignore him." The frog didn't notice the crow. Suddenly, a snake appeared behind them. It was about to attack the frog. The parrot turned his head and saw the snake. "Oh no, a big snake!" he shouted in fear. Then he quickly flew away to save himself, leaving the frog behind. The frog screamed and ran as fast as he could, but the snake chased him. Getting closer and closer, the frog was terrified and yelled for help. The crow saw what was happening. He quickly flew down, grabbed the frog in his claws, and soared into the sky. The snake was disappointed. He couldn't catch the frog. The crow flew all the way to a pond and gently placed the frog down. The frog was safe. The frog was grateful to the crow. "Thank you, my friend. You saved my life," he said. At that moment, he realized the truth. A real friend is someone who helps in times of danger. The crow is my true friend, not the parrot. Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്. നല്ല സ്റ്റോറി കേട്ടോ. ഇങ്ങനെ നല്ലൊരു ട്രൂ ഫ്രണ്ട്സ് ഉണ്ടോ? ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം.